അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം കിച്ചണിൽ കയറിയുന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ നിങ്ങൾ പലർക്കും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ ഒരു അമ്മയായ സമയത്തുണ്ടല്ലോ, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് എന്ത് ഫുഡായിക്കോട്ടെ ഒന്ന് ട്രൈ ചെയ്യാൻ ഞാൻ ഒരു ദിവസത്തിലൊരു പകുതി മുക്കാൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലായിരിക്കും. അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് എൻ്റെ പൊന്നൂസിന് ഉണ്ടല്ലോ സോസ് ഭയങ്കര ഇഷ്ടമാണ്. സോസ് കഴിക്കാൻ വേണ്ടി മാത്രം അവൾ ഷോപ്പിൽ പോയ ബർഗറും ബ്രോസ്റ്റും സാൻഡ്വിച്ചും ഒക്കെ ഓർഡർ ചെയ്യും. പക്ഷേ ആ ഓർഡർ ചെയ്ത സാധനം ഞാൻ കഴിക്കുകയും ചെയ്യും, സോസ് അവൾ കഴിക്കുകയും ചെയ്യും. അങ്ങനെ ഞാനിതാ ഒരു യൂട്യൂബ് തപ്പിയിട്ട് കണ്ടുപിടിച്ചൊരു റെസിപ്പി ആട്ടോ. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് ട്രൈ ചെയ്യുന്നത്. ഒന്നുമില്ല, കുറച്ച് തക്കാളി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടെടുക്കുക, കട്ട് ചെയ്ത് വേവിച്ചെടുക്കുക. വേവിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് വെളുത്തുള്ളിയും കറാമ്പട്ടയും ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പൈസ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ അതും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ചൂടാറിന് ശേഷം അത് മിക്സിയിൽ അടിച്ചെടുക്കുക. നമ്മൾ ഈ ഇട്ട സ്പൈസസ് ഉണ്ടല്ലോ മാറ്റി വെച്ചിട്ട് മിക്സിയിലൊന്ന് അടിക്കുക. എന്നിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും കുറുക്കിയെടുക്കുക. കുറുക്കിയെടുക്കുന്ന കൂട്ടത്തിൽ പിന്നെ ആ സ്പൈസസ് പിന്നെ അതിലൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ കുറുക്കി ഇത്രയും കുറുകി വന്നാലുണ്ടല്ലോ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതാ കുറുക്കി നമുക്ക് സോസിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ, അതാവുന്ന വരെ സെറ്റാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത്ര പണിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുഞ്ഞുമക്കൾക്ക് വാങ്ങി കൊടുക്കുന്നതിൽ നല്ലത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ, ഹെൽത്തിയാണ്.